7 സെന്റിൽ മനോഹരമായിട്ട് ചെയ്തൊരു വീട് പരിചയപ്പെടുത്തുന്നത്. സാധാരണ സിറ്റ് ഔട്ട് പോലെയല്ല, സിറ്റ് ഔട്ട് പ്ലസ് കാർ പോർച്ച് ആ രീതിയിലാണ് കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. മുഴുവനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വുഡൻ സ്കീമാണ്. ടൈം ഫ്രെയിമും അങ്ങനെ കാര്യങ്ങളും ചോദിക്കുമ്പോഴാണ് ഞാൻ കൂടുതലും ഓൺലൈൻ. അതുപോലെ ഇന്റീരിയറിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഒരു അത്ഭുതമാണ്, അപാരമായ ഇന്റീരിയർ ആണ്. സിമ്പിൾ വീടുകളിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള TV ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയുള്ള ഇന്റീരിയർ വർക്കൊക്കെ ഹൈ കോസ്റ്റ്ലി ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷെ ഹൈ കോസ്റ്റ്ലി അല്ല താൻ. പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയായിരുന്നു. അതെ, ഒറ്റ നോട്ടത്തിൽ ഇത് പറയാൻ പറ്റില്ല, ഇതൊരു ഫെറോ സിമെന്റ് കൊണ്ട് നിർമ്മിച്ച ഒരു കിച്ചണാണ്. ഹായ് ഫ്രണ്ട്സ്, വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്. പലപ്പോഴും വീട് നിർമ്മിക്കാൻ പോകുമ്പോൾ നമുക്ക് അനുയോജ്യമായ ഒരു പ്ലോട്ട് കിട്ടാത്ത അവസ്ഥ വരാറുണ്ട്. ഇവിടെ ചെറിയ പ്ലോട്ടിൽ 7 സെന്റിൽ മനോഹരമായിട്ട് ചെയ്തൊരു വീട് പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്ന വീട് കണ്ടില്ല, 2450 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും വലിയൊരു ഹാള്, കിച്ചൺ, എല്ലാ സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായിട്ടുള്ള വീട്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ പലപ്പോഴും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും കാണാറുള്ളത്. ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിപൊളി വീടുകൾ നമ്മൾ പരിചയപ്പെടുത്തും. ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്കുള്ള സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മെലൂഹ എന്നുള്ള ഇരിഞ്ഞാലക്കുടയുള്ള മനോഹരമായിട്ടുള്ള വീടാണ്. വീടിൻ്റെ ഗേറ്റിൽ നിന്ന് തുടങ്ങിയാണ് സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിങ് ഗേറ്റ് തണ്ടർമാക്സിൻ്റെ വുഡും മെറ്റൽ ഫ്രെയിമും ഒക്കെ ഉൾക്കൊള്ളിച്ചാണ് ചെയ്തിട്ടുള്ളത്. നേരെ അകത്തേക്ക് കയറി വരികയാണെങ്കിൽ ഈ കാണുന്നത് ഇൻ്റർലോക്കിൽ മനോഹരമാക്കിയ മുറ്റാട്ടോ. ഇൻ്റർലോക്കിൻ്റെ കൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ കൊടുത്തപ്പോൾ ഭംഗിയായി. ഇൻ്റർലോക്ക് 2 ഷെയ്ഡിലാട്ടോ ഫിനിഷിങ് നടത്തിയിട്ടുള്ളത്. അതുപോലെ വീടിൻ്റെ മൊത്തം കളർ കോമ്പിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രേ സ്കീമിലാണ് വന്നിരിക്കുന്നത്. ഈ ഇൻ്റർലോക്കും അതിലേക്ക് നല്ല മാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വുഡൻ സ്ട്രിപ്പായിട്ടുള്ള ടൈലുകളാട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത്, ഷോ വാളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയൊക്കെ അപ്പോക്സി ഇട്ട് മനോഹരമാക്കിയിട്ട് തന്നെ ഈ പോർഷനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു U ഷേപ്പ് ഇവിടെ കാണാം, അതുപോലെ ഒരു L ഷേപ്പ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, സാധാരണ സിറ്റ് ഔട്ട് പോലെയല്ല, സിറ്റ് ഔട്ട് പ്ലസ് കാർ പോർച്ച് ആ രീതിയിലാണ് കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ബോഡി ടൈല് കൊടുത്തിട്ട് അതിന്ന് നേരെ ടൈലിലേക്ക് എത്തുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മേലെ നോക്കുകയാണെങ്കിൽ ഒറ്റ റൂഫാണ് ഈ ഒരു ഏരിയക്ക് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ റൂഫിലാണ് ഇത് നിലനിൽക്കുന്നത്. ഇവിടെയുള്ള ലൈറ്റുകൾ കാണാൻ പറ്റും. സ്ട്രിപ്പ് ലൈറ്റ് ആട്ടോ കൊടുത്തിരിക്കുന്നത്, LED-യിലാണ്. സാധാരണ കാണുന്ന സ്പോട്ട് ലൈറ്റോ ഒന്നല്ല. വീടിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പൊതുവേ പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രേ സ്കീമിൽ വുഡൻ ആയിട്ടുള്ള ടെക്സ്ചറാണ് വന്നിരിക്കുന്നത്. മുഴുവനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വുഡൻ സ്കീമാണ് വരിക. അതുപോലെ ടോപ്പിലേക്ക് ഡബിൾ ഹൈറ്റ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വിൻഡോകളെല്ലാം UPVC-യിലാട്ടോ ചെയ്തിരിക്കുന്നത്. UPVC-യിൽ മനോഹരമാക്കി. അതുപോലെ ഇൻറ്റീരിയറിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഒരു അത്ഭുതമാണ്, അപാരമായ ഇൻറ്റീരിയറാണ്. ഫെറോ സിമെൻറ്റിലാട്ടോ ഇൻറ്റീരിയർ കുറേ ഭാഗങ്ങൾ ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോർ ഡിസൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ സംശയമാണ്, നമ്മളെ മുമ്പത്തെ സ്റ്റൈല് ഡോറുകൾ അതൊക്കെ ഔട്ടായി. ഇപ്പോൾ നല്ലൊരു ട്രെൻഡിങ് ഡോർ ഡിസൈൻ വന്നിരിക്കുകയാണ്. അടിപൊളി ഡിസൈൻ പാറ്റേൺ CNC ചെയ്തെടുത്ത പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. വീടിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുന്ന ഡിസൈനുകളാണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ലിവിങ് ഏരിയ ആണല്ലേ. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒരു 4 മീറ്റർ ബൈ 3.5 മീറ്റർ സൈസിലുള്ള ഒരു ലിവിങ് ആട്ടോ. ഈ കൊടുത്തിരിക്കുന്ന സോഫ ഈ ഒരു ഏരിയക്ക് ഏറ്റവും ആകുന്ന രീതിയിൽ കണ്ടില്ലേ, നല്ല കർവായിട്ടുള്ള ഒരു സോഫ. ഒരു ഗ്രീൻ സ്കീം കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ ലൂവർ പാനൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. ഒരു കംഫർട്ട് ഏരിയ തന്നെയാണ് ഇത്. ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ കാർപ്പറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഏരിയയിൽ ഇതുപോലുള്ള വോയിഡ് ഏരിയ അല്ലെങ്കിൽ വലിയ ഡബിൾ ഹൈറ്റിൽ വരുന്ന ഏരിയ ഒക്കെ മേലെ സീലിങ്ങിൽ നല്ല അട്രാക്ഷൻ ആക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അടിപൊളിയായിട്ട് ലൂവർ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്, ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ വാളിൽ ഡബിൾ ഹൈറ്റിലാണ് പിക്ചർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മാച്ച് ചെയ്യുന്ന 2 ആം ചെയർസ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, റെഡിമെയ്ഡ് ആയിട്ട് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഫർണിച്ചറുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ സിമ്പിൾ ക്യൂട്ടാണ്. ഇതുപോലെ ഈ ഒരു ഭാഗത്ത് കാണുന്നതെല്ലാം മെറ്റൽ സ്ട്രക്ചറിൽ പ്ലൈവുഡ് കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫ്രെയിമും അതിലേക്ക് UV ഷീറ്റ് അല്ലെങ്കിൽ മൈക്ക കൊടുത്ത് 1 mm തിക്നെസ്സിൽ അല്ലെങ്കിൽ 0.45 കൊടുത്തിരിക്കുന്ന എഡ്ജ് ബാൻഡോട് കൂടിയ അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടീഷനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ഭാഗം കാണാൻ ഭംഗിയുള്ള ഒരു വ്യൂ ആട്ടോ. നേരെ എൻ്റർ ചെയ്യുമ്പോൾ മനോഹരമായ ഈ വീടിൻ്റെ ഫാമിലീസാണ് ഇവിടെ ഉള്ളത്. ഫാമിലീസ് എന്ന് പറയുമ്പോൾ ഈ വീട് ഇത്രക്ക് ഭംഗിയാക്കുന്നതിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ടാവും അല്ലേ? ഇവരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ അതിനകത്ത്? എന്തായിരുന്നു പേര്? ജേതൻ.
അനു, ഞങ്ങൾ ആൾറെഡി പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഈ വീട് ഡിസൈൻ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തു അല്ലേ? അത് നമ്മുടെ നാട്ടിലെ അങ്ങനെ ആളുകൾ അത്രക്ക് ആ ഒരു രീതിയിലല്ല ചിന്തിക്കുക. എന്തുകൊണ്ട് ആ ഒരു അവസ്ഥയിലെത്തി? അല്ല, നമ്മൾ പ്രത്യേകിച്ച് ഞങ്ങൾ UAE ബേസ്ഡ് ആണ്. അപ്പോൾ ഫാമിലി മൊത്തമായിട്ട് അപ്പോൾ നമുക്കൊരു 40-45 ഡേയ്സ് വരുന്ന ഒരു ഷെഡ്യൂളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ലാസ്റ്റ് സ്റ്റേജസിൽ നമ്മൾ എന്തായാലും ഇവിടെ ഇൻവോൾവ് ആയിരിക്കണം. അപ്പോൾ അത് ആ ടൈം ഫ്രെയിമും അങ്ങനെ കാര്യങ്ങളും ചോദിക്കുമ്പോഴാണ് ഞാൻ കൂടുതലും ഓൺലൈനിലേക്ക് എത്തിയത്. ഞാൻ ഈ സോഫ കണ്ടപ്പോൾ അടിപൊളിയായിട്ടുണ്ട് സോഫ. ഇതും ഓൺലൈനിലാണോ? തീർച്ചയായും അത് ഓൺലൈനാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ട അതിൻ്റെ പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. മീൻസ് അതിൻ്റെ സൈസസ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വൈഫിനോട് ഒന്ന് രണ്ട് കാര്യം, വൈഫ് തന്നെ അല്ലേ? ഓക്കെ, അതിനോട് ചോദിക്കാനുള്ളത്, ഈ ഒരു വീട് ഡിസൈൻ ചെയ്യുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു? എന്തൊക്കെ കാര്യമാണ്? ഫസ്റ്റ് നമ്മൾ ഒരു 3D വ്യൂ ഉണ്ടാക്കിയതുകൊണ്ട് അതിന്റെ ആ ഒരു ഔട്ട്പുട്ട് എന്തായിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെയൊക്കെ ആയിരിക്കും വരിക എന്നുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. പിന്നെ മജീഷ്യൻ്റെ പൂർണ്ണമായിട്ട് നമ്മളൊരു വിശ്വാസം അർപ്പിക്കുക. അതായത് ഫെറോയിലാണ് ഇതിന്റെ കുറെ കാര്യങ്ങൾ ഫെറോ സിമെന്റിൽ ചെയ്തു അല്ലേ? അടിപൊളിയായിട്ടുള്ള ഈ ഒരു പാർട്ടീഷൻ ഇപ്പുറം ഇതാ നല്ലൊരു ഫാമിലി സിറ്റിംഗ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് കളറായിട്ടുള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. 4:2 സൈസാണ്. നല്ല അപ്രോക്സിം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രേ സ്കീമിലാണ് ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത്. അതിന് മാച്ച് ചെയ്യുന്ന കേർട്ടൻസ് അല്ലെങ്കിൽ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടുന്ന് ഈ പാസേജിൽ കൊടുത്തിരിക്കുന്ന ടൈല് കണ്ടില്ലേ? ഇത് വുഡൻ ഐഡിയ കേട്ടോ പാസേജിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു ഏരിയനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ്. ഈ ഒരു ഭാഗത്ത് TV ഏരിയ വരുന്നുണ്ട്. അതുപോലെ നല്ലൊരു പ്രെയർ ഏരിയ വരുന്നുണ്ട്. സിമ്പിൾ വീടുകളിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു TV ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് ആണല്ലേ? മനോഹരമായിട്ടുള്ള LED സ്ട്രിപ്പാണ് എല്ലാവരും കണ്ണിലേക്ക് വരിക. കാരണം ഈ ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് ഈ വുഡൻ സ്കീമിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. സിമ്പിളായിട്ടുള്ള എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഷെൽഫുകൾ കൊടുത്ത്, അതുപോലെ TV യൂണിറ്റ് ഇതുപോലെ കൊടുത്ത്, അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു പാനൽ ബാക്കിൽ കൊടുത്താൽ TV യൂണിറ്റ് റെഡി. ഇവിടെ കൊടുത്തിരിക്കുന്ന ചാർക്കോൾ പാനലാണ്. ലൂവേഴ്സിൻ്റെ ഒരു സ്റ്റൈൽ തന്നെയാണ്. അങ്ങനെ ഈ ഒരു സ്കീം മാച്ച് ചെയ്ത് ഭംഗിയാക്കി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു പോർഷനെ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. നേരെ മേലേക്ക് നോക്കുകയാണെങ്കിൽ സീലിങ്ങിലും ഒരു സെപ്പറേഷൻ കാണാം. സ്വാഭാവികമായിട്ടും വലിയ ഹാളുകളൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള ഏരിയകളെ ഡിവൈഡ് ചെയ്യുന്നത് ഇതുപോലെ കളർ സ്കീമിൽ ചെയ്താൽ മതി. വീട് മൊത്തമായിട്ട് കുറേ പാർട്ടീഷനും കൊടുത്ത് കുറേ വോളുകളൊക്കെ കൊടുത്ത് അഭംഗിയാക്കുന്നതിലും നല്ലതാണ്. ഈ ഒരു ഭാഗം ഉണ്ടല്ലേ, നല്ലൊരു 6 പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കിച്ചൺ അടിപൊളിയാണ്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ ഹൈ കോസ്റ്റ്ലി ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഹൈ കോസ്റ്റ്ലി അല്ല താനും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ഫെറോ സിമെൻറ്റ് കൊണ്ടുള്ള വർക്കുകളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള വർക്കുകളിലൊക്കെ നമുക്ക് ഫെറോ സിമെൻ്റ് എന്ന് വെച്ചാൽ കിച്ചണിൽ ചെയ്യാൻ പറ്റുമോ, കൗണ്ടറിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഒരു പൂർണ്ണമായിട്ടുള്ള ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഇൻ്റർ ഡെക്കോർ ഇൻറ്റീരിയേഴ്സാണ്. അവരുടെ ഫെറോ സിമെൻറ്റ് വർക്കും അഡീഷണൽ വരുന്ന ഡോർ വർക്കും, ഡോർ എന്നല്ല ഈ കാണുന്ന പാനലിംഗ് വർക്കും ഇൻറ്റീരിയർ വർക്കൊക്കെ അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഈ ഒരു കിച്ചൺ സ്പേസ് കാണാം. ഒറ്റ നോട്ടത്തിൽ ഇത് പറയാൻ പറ്റില്ല ഇതൊരു ഫെറോ സിമെൻറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു കിച്ചണാണ്. ഫെറോ സിമെൻറ്റ് എങ്ങനെ കാണാൻ പറ്റും? ഈ കാണുന്ന ഡോറുകൾ ഫെറോ സിമെൻ്റ് അല്ല, ഈ കാണുന്ന പാനൽ ഫെറോ സിമെൻ്റ് അല്ല, ഇതിനകത്തുള്ള ഹാൻഡിലൊന്നും ഫെറോ സിമെൻ്റ് അല്ല. പക്ഷേ ഇതെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് പ്ലസ് മൈക്കയിലാണ് കേട്ടോ. പക്ഷേ ഈ കാണുന്ന പോർഷൻ കണ്ടില്ലേ, ഇതാണ് ഫെറോയിൽ വരുന്ന ഭാഗം. ഏതൊരു ഡിസൈനിലും പ്രധാനമായിട്ട് വരുന്ന ഒരു പോർഷനാണ് അതിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഈ കാണുന്ന മൊത്തം സ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഫെറോ സിമെൻറ്റിലാണ്. ഇത് നമുക്ക് ചിലവ് കൂട്ടി നമുക്ക് വേണമെങ്കിൽ പല മെറ്റീരിയൽ ഇത് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡോറുകൾ കാണിക്കുന്നതിന് അപ്പുറം ഇതിൻ്റെ വന്നിരിക്കുന്ന ഫെറോയുടെ ഭാഗമാണ് തരുന്നത്. ഓക്കെ, പ്ലേറ്റ് GTPT ഏരിയയാണ്. ഇവിടെ കണ്ടല്ലേ ഫെറോ സിമെൻറ്റ് വരുന്ന ഭാഗം. താഴെ ഭാഗത്ത് നിന്ന് നമുക്ക് ടച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഫെറോ സിമെൻ്റ് ആണ്. അതിൽ നന്നായിട്ട് ഇതിൻ്റെ എല്ലാ ആക്സസറീസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആ സ്ക്രൂവിനെ കുറിച്ച് ഒരു കാര്യം പറയണം. പലരും ഫെറോ സിമെൻറ്റിൽ ചെയ്യുമ്പോൾ സ്ക്രൂ ഹോൾഡിങ് അത്ര പോരാന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇത് നെറ്റ് ബോൾട്ട് സിസ്റ്റത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് ഫെറോ സിമെൻറ്റ് ഭംഗിയാക്കിയിട്ടുള്ളത്. ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന് ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളാണ്. മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ കോസ്റ്റ് കുറച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടാൻഡം ബോക്സ് ഉണ്ട്, പുൾ ഔട്ട് യൂണിറ്റ് ഉണ്ട്. നമ്മൾ ഫെറോയിലാണ് ചെയ്തതെന്ന് കരുതി ഇതിനൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. എല്ലാം ക്വാളിറ്റിയിൽ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു കിച്ചൺ കണ്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇതൊരു ഫെറോ സിമെൻറ്റിലാണ് ഉള്ളത്. ഈ കാണുന്ന വലിയ കിച്ചണിൽ കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 60%
കോസ്റ്റ് റിഡക്ഷൻ വന്നിട്ടുണ്ടാവും കോസ്റ്റിൽ. കണ്ടില്ലേ, മനോഹരമായിട്ടുള്ള ഒരു ടോൾ യൂണിറ്റിൽ ഓവൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഈ ഡോറ് മാത്രമേ എക്സ്ട്രാ വരുന്ന കോസ്റ്റ് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫെറോയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ടാവും. അവർ ഈ ഒരു ഇൻ്റർഡെക്കോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന സ്പേസ് നമുക്ക് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ഉടനെയാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വർക്ക് വരും ഫെറോ സിമെൻറ്റിൻ്റെ. എന്നാൽ ഫെറോ സിമെൻറ്റ് ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഇതുപോലുള്ള വർക്കുകൾ എല്ലാം ലാമിനേറ്റ്സ് എല്ലാം വരുന്നത്. ആ വർക്കും കൂടെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ടീമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മനോഹരമായിട്ടുള്ള കിച്ചൺ. അതിലേക്ക് നല്ല ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, നല്ല ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, വലിയൊരു ഡബിൾ ഹൈറ്റ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പാർട്ടീഷനൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബിൽഡിംഗ് സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് അവിടെ കൊടുക്കുന്ന ബീമിൻ്റെ ഹൈറ്റ് ശ്രദ്ധിക്കണം. 2.10 സാധാരണ ഡോർ ഹൈറ്റ് വരുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു കല്ല് മേലെ ബീമുകൾ പണിയാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള വലിയ പ്ലാനുകളാണെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ ബീം ഹൈറ്റിൽ പണിയുന്ന രീതിയിലേക്ക് മാറ്റണം. ഇത് എഞ്ചിനീയറുടെ സഹായം കൂടെ ഈ ഒരു ഭാഗത്തിന് ആവശ്യം കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് ഒരു ഓപ്പൺ കിച്ചണാണ്, അതുപോലെ പ്രയർ ഏരിയ, അതുപോലെ ഈ ലിവിങ് ഏരിയ. ഇവിടെ ഒരു ഗസ്റ്റ് ബെഡ്റൂം കാണാം. ഗസ്റ്റ് ബെഡ്റൂമിലൊന്ന് കയറിയാലോ. ഗസ്റ്റ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു അടിപൊളി പീച്ച് കളറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പീച്ച് കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കർട്ടനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ബ്ലൈൻഡ്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ വീടുകളിൽ കൊടുക്കാൻ പറ്റുന്ന ബ്ലൈൻഡ്സ് ആണ്. ഈ ബ്ലൈൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് നമ്മൾ സീബ്ര ബ്ലൈൻഡ്സ് എന്ന് പൊതുവേ പറയും. അതിൽ വരുന്ന ഒരു മോഡലാട്ടോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡോറുകളെല്ലാം സിമ്പിൾ ഡോറുകളാണ്. ഇവിടേക്ക് വരികയാണെങ്കിൽ വാർഡ്രോബ് എല്ലാം അടിപൊളി കളർ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് വരുന്ന പോർഷൻ നേരത്തെ പറഞ്ഞ പോലെ ഫെറോലാട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലോറിൽ നല്ല കാർപ്പറ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ വൈറ്റ് കളറിലുള്ള ഫ്ലോർ ആട്ടോ വരുന്നത്, അതായത് ടൈല്. അതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കുറച്ച് അടിപൊളിയായിട്ടുള്ള ടൈലിൻ്റെ പീസ് നമ്മൾ സ്ട്രിപ്പ് ടൈലുകളുടെ കട്ട് ചെയ്താട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ബാത്റൂം ആണെങ്കിൽ സിമ്പിളായിട്ടുള്ള ബാത്റൂമാണ്. ഇതിൻ്റെ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ എല്ലാവരും നീളത്തിലാണ് ബാത്റൂം സെറ്റ് ചെയ്യുക. നല്ല വിഡ്ത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് കൊണ്ടുള്ള ഒരു പോർഷൻ എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഷവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. WC ഒക്കെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഹെഡ് ബോർഡിൽ കൂടുതൽ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു കളർ സ്കീമും മനോഹരമായിട്ടുള്ള ഒരു ബെഡുമാണ് കൊടുത്തിട്ടുള്ളത്. മെറ്റലിൽ സ്ട്രക്ചർ ചെയ്ത ബെഡാട്ടോ, റെഡിമെയ്ഡായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ് കൂടിയാണിത്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു സ്കീമാട്ടോ, ഗ്രേ സ്കീമാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രേ മെറൂൺ, അതായത് നമ്മൾ ഈ കാണുന്ന ബർഗന്തി സ്കീം. ഈ കാണുന്ന സ്കീമിൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബേ വിൻഡോ ആണ്. ബേ വിൻഡോകളില്ലാത്ത റൂമുകൾ ഇപ്പോൾ കുറവാണ് ബെഡ്റൂം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അകത്ത് ഫെറോ സിമെൻ്റ് ആണെങ്കിലും പുറമേ നല്ല ഫുൾ ബോഡി ടൈലാണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ബേ വിൻഡോ ഒക്കെ ചെയ്യുമ്പോൾ ടോപ്പിൽ നിങ്ങൾ പ്ലൈ കൊടുത്ത് മൈക്ക് കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ടൈലുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും കാര്യമൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. ഈ കാണുന്ന ബെഡ്റൂമിൻ്റെ ഹെഡ് ബോർഡ് ഒന്ന് കാണിക്കാം. ഗ്രേ സ്കീമിലേക്ക് വരുമ്പോൾ ഗ്രേ വോളാണ്. അതുപോലെ ഇൻഡയറക്റ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പർച്ചേസ് ചെയ്തിട്ട നല്ലൊരു ബെഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള സീലിംഗ് ആട്ടോ, ഒരു ഹേർട്ട് ഷേപ്പ് നമുക്ക് ഇതിനകത്ത് 1 അല്ല 2 കാണാം. അതുപോലെ തന്നെ ഈ ഒരു വാർഡ്രോബും ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വീടിനകത്ത് വന്നിരിക്കുന്ന മൊത്തം വർക്കിൽ അകത്ത് ഫെറോ സിമെൻറ്റും അതുപോലെ തന്നെ പുറമേ ഉള്ളത് പ്ലൈവുഡിൽ മൈക്ക് കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിട്ടുള്ളത്. എവിടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? എൻ്റെ ബെഡ്റൂം. ഏത് ബെഡ്റൂമാണ്? മുകളിലെ ഫസ്റ്റ് ഫ്ലോറിൽ ആ പീച്ച് കളർ പിങ്ക് കളർ ടച്ച് ഇല്ലേ അല്ലേ? അപ്പോൾ നിന്റെ റൂം നേരെ ഓപ്പോസിറ്റിലായിരിക്കുമല്ലോ അല്ലേ? അത് ഇഷ്ടപ്പെട്ടോ? ബെഡ്റൂം തന്നെയാണോ ഇഷ്ടപ്പെട്ടോ അതോ ഈ ലിവിങ് സ്പേസ് ആണോ? സ്പേസ് കുറച്ചുകൂടെ ബെറ്റർ ആണ്. അപ്പൊ അവനൊരു ഐഡിയ ഉണ്ട്, എല്ലാവർക്കും ഇതിൽ ഇൻവോൾവ് ആണ്. ഒരു 3 years ആയിട്ടുള്ള പ്രൊസീജിയർ ആണല്ലോ. നമ്മൾ ഗൾഫിൽ വന്നിട്ടാണെങ്കിലും ഇവിടെ വന്നിട്ടുള്ള സമയത്തും പിന്നെ നമ്മുടെ പാരന്റ്സ് തൊട്ടപ്പുറത്തുണ്ട്, അവരെല്ലാം ഇൻവോൾവ് ആണല്ലോ. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് വെറും 7 സെന്റിലാണ്. അപ്പൊ ഇത്രയും ചെറിയൊരു പ്ലോട്ടിൽ ഇത്രയും ഭംഗിയിൽ വീട് നിർമ്മിക്കാൻ പറ്റുമെന്ന് തോന്നിയിരുന്നോ? തീർച്ചയായിട്ടും തോന്നിയിരുന്നു. കാരണം ഇതിന്റെ ബേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയായിരുന്നു. ഒരു അതെ, ഇതിന്റെ എഞ്ചിനീയർ നിങ്ങൾ തന്നെയാണ്. തീർച്ചയായും എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത് ഞാനൊരു ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ഡിസൈൻ, ഒരു മാജിക് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈലിൽ ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. പക്ഷെ അത് ആർക്കിടെക്ചറിന് കൊടുത്തപ്പോൾ അത് കംപ്ലീറ്റ് സെറ്റ് ആയിരുന്നു. മീൻസ് 100% ഓക്കെ ആയിരുന്നു. ഓക്കെ. ഇതിൽ ഇന്റീരിയറിൽ കുറെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ടീമുകൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡിസൈൻ ആക്കി വരാൻ എത്ര സമയം എടുത്തു? ടോട്ടൽ നമ്മുടെ ഒരു 3 years പിടിച്ചു വീടിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു കൊറോണ അല്ലെങ്കിൽ വേറെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഒരു ചെറിയ ഡിലേ വന്ന് ഒഴിച്ചാൽ ബാക്കിയെല്ലാം പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് പോയിരുന്നു. ഏകദേശം എത്ര ബഡ്ജറ്റ് വന്നു? പോയോ? ഇല്ല, ഞാൻ എക്സാക്ട് നോക്കിയിട്ടില്ല. ഒരു 70-75 lakhs എന്തായാലും ടോട്ടൽ വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.
വലിയൊരു സ്പേസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കോർണറിൽ നമുക്ക് കാണാം ഇവിടെ ഒരു ഗ്ലാസ് ഡോർ കാണാം. ഇവിടെ ഒരു പാറ്റിയോ അതുപോലെ ഒരു വാട്ടർ ഫീച്ചർ ഗാർഡനൊക്കെ വരുന്ന ഒരു ഏരിയ, അതിൻ്റെയൊക്കെയുള്ള ഒരു സ്ലൈഡിങ് ആട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വലിയൊരു ഹാളിൽ നിൽക്കുമ്പോൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണം. അതിൻ്റെ സ്റ്റെയർ ഡിസൈൻ ഒന്ന് കാണാം. സ്റ്റെയർ മെറ്റൽ സ്ട്രക്ചറിലാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് വുഡൻ പീസ് ഹാൻഡ് ഗ്രാബായിട്ട് കൊടുത്താട്ടോ. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് വുഡാണെന്ന് ഫീൽ ചെയ്യുമെങ്കിലും സ്റ്റെപ്പുകളെല്ലാം ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. അത് 45-ൽ കട്ട് ചെയ്ത് മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഡൈനിങ് സ്പേസിൽ നമ്മൾ വാഷിംഗ് ഏരിയ പറഞ്ഞിരുന്നു. ഇതൊരു വാഷിംഗ് ഏരിയ ആണ്. കാരണം ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നു. സാധാരണ രീതിയിൽ സ്റ്റെയറിൻ്റെ അടിയിലൊന്നും നമുക്കൊരു ഡിസൈൻഡ് ആയിട്ടുള്ള വാഷ് ഏരിയ കിട്ടാറില്ല. ഇവിടെ DB കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ വാഷിംഗ് സ്പേസും മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് വരുന്നതൊക്കെ ഫെറോ സിമെൻറ്റിലാട്ടോ ചെയ്തിരിക്കുന്നത്. ഈ വോളിൽ ആർട്ട് വർക്ക് കണ്ടില്ലേ, മനോഹരമായിട്ടില്ലേ. ഈ ഒരു വലിയ ഏരിയനെ ഒരു നാച്ചുറൽ വൈബിൽ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് മേലേക്ക് കയറാം. സ്റ്റെപ്പുകൾ പറഞ്ഞ പോലെ വുഡൻ ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ നല്ലൊരു ആംബിയൻസ് ആണ് ഈ സ്റ്റെപ്പിലൂടെ കയറുമ്പോൾ കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലേക്ക് നല്ല രീതിയിലുള്ള ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മേലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നല്ല പെർഗോളൊക്കെ കൊടുത്തിട്ട് നാച്ചുറൽ ലൈറ്റിനെ ഇങ്ങോട്ട് മാടി വിളിക്കുന്ന രീതിയിലാണ് ഈ ഒരു ക്രിസ്റ്റൽ ഷാൻഡിലിയറിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ ഈ ഒരു ഹൗസ് ഓണർ എന്ന് വെച്ചാൽ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഒരാൾ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ഒരു വേൾഡ് മാപ്പ് ഈ ഒരു വാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതാ ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. അവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം റിസർച്ച് ചെയ്ത് ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതാ സ്റ്റെപ്പ് കയറി മേലേക്ക് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയപ്പോഴും എല്ലാവരുടെയും ശ്രദ്ധ ഈ കാണുന്ന ഷാൻഡലിയറിൽ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്റ്റലുകളാട്ടോ അതിനകത്ത് വന്നിരിക്കുന്നത്. മനോഹരമായിട്ട് തന്നെ കറക്റ്റ് ആംബിയൻസുള്ള സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ക്രിസ്റ്റലുകൾ പല ടൈപ്പ് വരാറുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവേ ഇതുപോലുള്ള ഷാൻഡലിയേഴ്സ് കാണാറില്ല. കുറേ ഫ്ലവർ ഉള്ളത് അല്ലെങ്കിൽ എന്താ പറയുക അത്ര അട്രാക്റ്റീവ് ആവുന്നതല്ല കൊടുക്കാറുള്ളത്. പലപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇത് അവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് റിക്ലൈനറൊക്കെ സെറ്റ് ചെയ്ത് ഒരു റിലാക്സിങ് ഏരിയ ആണ്. TV ഒക്കെ വാവിൽ വെക്കാൻ പറ്റും. ഇവിടെ ഉണ്ടല്ലേ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ലൈറ്റിനെ മാക്സിമം കടത്തി വിടുന്നതിനുള്ള ഗ്ലാസ്സുകൾ പെർഗോളകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ സീലിങ്ങിൽ നല്ലൊരു വർക്ക് ജിപ്സത്തിൽ ചെയ്തിട്ടുണ്ട്. ജിപ്സം ബോർഡുകളാണ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ റൂമൊന്ന് കണ്ടാലോ. റൂമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ റൂമിലും മനോഹരമായിട്ടുള്ള ഒരു ബെഡ് കോട്ടുകളാണ് മെറ്റൽ ഫ്രെയിമിലാട്ടോ വന്നിരിക്കുന്നത്. നല്ല ഹെഡ് ബോർഡ് കണ്ടില്ലേ, അതിലേക്ക് ഒരു മാച്ച് ചെയ്യുന്ന ഹെഡ് ബോർഡ് ഡിസൈൻ എല്ലാം പെയിൻറ്റിലാട്ടോ ചെയ്തിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ റെഡിമെയ്ഡായിട്ട് വാങ്ങുകയാണെങ്കിൽ കൂടി അതിൻ്റെ ഡിസൈനിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൻ്റെ കളർ കോമ്പിനേഷനിലാണ് ഈ കാണുന്ന വാർഡ്രോബുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് മാത്രമായിട്ടുള്ള ഒരു ഫോട്ടോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റില്ല. ഈ റൂമിൻ്റെ കളർ സ്കീമിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ആണ് ഇവിടെ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. നമ്മൾ വീടുകളിൽ ഡിസൈൻ ചെയ്യുമ്പോൾ കുട്ടികളുടെ റൂമിന് നല്ല പ്രാധാന്യമുണ്ട്. അത് ഗേൾസ് റൂമാണെങ്കിൽ ആ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ വൈറ്റ് കളറുകൾ നിങ്ങൾ പെയിൻറ്റ് ചെയ്യുന്നതിന് പകരം പെയിൻറ്റിൽ 1 ലിറ്ററൊക്കെ മതിയാവും ഒരു സ്കീമിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ. കാരണം ഇതുപോലുള്ള ഒരു ബോയ്സ് റൂം സെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കളർ സ്കീമുകളിലെ സീലിങ്ങിൽ ഒരു ചെറിയ ബ്ലൂ ടച്ച്, അതുപോലെ ഹെഡ് ബോർഡ് വാളിൽ ഒരു ചെറിയ ടച്ച് ബ്ലൂ, ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ 1 ലിറ്റർ പെയിൻറ്റ് മതിയാവും ഇതിന്. അപ്പോൾ നിങ്ങൾ അതിൽ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയൊരു നല്ലൊരു ബെഡ് തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് ആണെങ്കിൽ 4 ഡോർ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ വിൻഡോകളും നമ്മൾ പറയുന്നു ബാക്കിൽ UPVC വിൻഡോകളാണ് വരുന്നത്. ഫ്രണ്ടിൽ കാണുന്നത് ഇതുപോലുള്ള സീബ്ര ബ്ലൈൻസ് ആണ്. സീബ്ര ബ്ലൈൻസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഈ അടുത്ത് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഡ്രസ്സിങ് ഏരിയ ഒക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ നല്ല പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു TV ഏരിയ വരാനുള്ളത് കൊണ്ട് ഇതാ കർട്ടൻ കൂടുതൽ ലൈറ്റ് വേണ്ട എന്നുള്ള സമയത്ത് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ സീലിങ്ങിൽ ട്രാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വലിയ പ്ലീറ്റഡ് കർട്ടൻ കൊടുക്കാൻ. കാരണം നമുക്കിവിടെ ലൈറ്റ് വേണ്ടാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലുള്ള ബ്ലാക്ക് ഔട്ട് യൂസ് ചെയ്തിട്ട് ലൈറ്റ് കുറക്കാൻ പറ്റും. കാരണം ഇതുപോലുള്ള ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഡേ ടൈമിൽ കൂടുതൽ ലൈറ്റ് വരും. ഈ ഒരു ഹാളിൻ്റെ മറ്റൊരു ആംബിയൻസ് ആണ് ഈ ഗ്രേ വോള്, അതുപോലെ തന്നെ ഗ്രേ കളറുള്ള ഈ ഒരു 1800-600 വരുന്ന ഇതുപോലുള്ള ടൈലിട്ടോ. ഇതിനിടയ്ക്ക് അപ്പോക്സിയിൽ കണ്ടില്ലേ ഗോൾഡൻ ആയിട്ടുള്ള അപ്പോക്സിയാണ് കൊടുത്തത്. ഗിൽറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട് മനോഹരമാക്കാൻ ഒരുപാട് ഐഡിയകളുണ്ട്. വീടിൻ്റെ ഡിസൈൻ അനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന ഇൻറ്റീരിയർ ടീമിനെ കൂടെ കണക്ട് ചെയ്ത് വീട് ഭംഗിയാക്കാൻ ശ്രമിക്കുക. ഈ മനോഹരമായിട്ടുള്ള വീട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂരിലെ ഇരിഞ്ഞാലക്കുടയിലാണ്. വീട് സംബന്ധമായിട്ടുള്ള ഒരുപാട്
അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ നമ്മുടെ പേജുണ്ട്, ഫോളോ ചെയ്യുക. ഉപകാരപ്പെടുന്നതിന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇവിടെയുള്ള വർക്കുകൾ ചെയ്ത ടീമിനെ ഞാനിതാ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.